ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ജാം തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ ജാമാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ള ജാമുകളും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടൊരു 1 kg വരുന്ന പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ പൈനാപ്പിളാണ് എടുക്കുന്നതെങ്കിൽ 2 പൈനാപ്പിളൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കറുത്ത പോർഷൻ നമുക്കെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ജാമിൽ ആ പോർഷൻ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കത്തിയുടെ അറ്റം ഉപയോഗിച്ചിട്ട് കളയുക, അല്ലെങ്കിൽ പീലർ ഉപയോഗിക്കുക. ആ ഒരു പീലർ ഉപയോഗിച്ചിട്ട് ആ കറുത്ത പോർഷൻ്റെ അവിടെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് പൊക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ കറുത്ത പോർഷനും നമുക്ക് ഇങ്ങനെ കുത്തിയെടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഈ പീലർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും, നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു പോർഷൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ദശ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കൂടി ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതായപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൈനാപ്പിൾ പൾപ്പ് 3 കപ്പോളം വരുന്നുണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാരയുടെ അളവ് എടുക്കുന്നത്. ഞാനപ്പോൾ ആ കപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ 2 കപ്പ് അളന്നിട്ടാണ് നമ്മളിവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ ഏത് കപ്പ് യൂസ് ചെയ്താലും ഇതനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 3 കപ്പ് പൈനാപ്പിൾ പൾപ്പാണ് ഉള്ളതെങ്കിൽ 3 കപ്പ് പഞ്ചസാര ആയാലും എടുക്കാം. പക്ഷേ അത്രയും വരുമ്പോൾ മധുരത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പൈനാപ്പിൾ പൾപ്പും 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് ഇവിടെ അരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചിട്ട് വരണം. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് ലൂസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പഞ്ചസാര ചേർക്കുന്നത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല, തിളച്ചിട്ട് വരുമ്പോൾ അത് വറ്റി വന്നോളും. ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് അടിക്ക് പിടിക്കും പെട്ടെന്ന്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 2 ഇഞ്ച് നീളം വരുന്ന കറുകപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കുക, അതിൽ കൂടുതൽ ചേർക്കരുത്. കാരണം അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പൾപ്പ് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ പഞ്ചസാര ഉരുക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ ഒരുവിധം കട്ടിയാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ജാമിൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് എത്രത്തോളം കുറുകി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇതിൽ കിടക്കുന്ന ആ കറുകപ്പട്ടയുടെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ വറ്റിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ജാമ് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ബ്രെഡിൽ തേക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും വരിക. നമ്മൾ മുറിച്ചെടുത്ത് കഴിക്കേണ്ട ഒരു പീസ് മാതിരി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു നിങ്ങളോട് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക. ഈ ഒരു ഫോമിലായപ്പോൾ നമ്മൾ നിർത്തിയെങ്കിലും ഇത് പിന്നീട് തണുത്ത് കഴിയുമ്പോൾ ജാമിൻ്റെ രൂപത്തിലായിക്കോളും. എന്നിട്ട് നിങ്ങളിത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക ആറാനായിട്ട്. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. പാത്രം എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാണ്.
ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടെയ്നറിലോട്ട് മാറ്റി കഴിഞ്ഞാലും ഇതൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് കറക്റ്റ് ജാമിൻ്റെ പരുവത്തിലായിക്കോളും. ഈ ഒരു ജാമിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.